ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാത്തിരിപ്പിലാണ് ആരാധകർ. വെറും 13 വയസ്സിൽ IPL ലേലത്തിൽ കോടികൾ സ്വന്തമാക്കിയും അണ്ടർ 90 ക്രിക്കറ്റിൽ സെഞ്ചുറികൾ അടിച്ചുകൂട്ടിയും വിസ്മയം തീർത്ത വൈഭവ് സൂര്യവംശി എന്ന ബീഹാർ സ്വദേശി സീനിയർ ടീമിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അയർലൻഡ് പര്യടനത്തിനായുള്ള 35-അംഗ T20 സ്പെഷ്യലിസ്റ്റ് പട്ടികയിൽ വൈഭവിന്റെ പേര് ഉൾപ്പെടുത്തിയതോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ യുവപ്പിറവിക്കാണോ നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. എന്നാൽ പ്രതിഭയുണ്ടെന്നതുകൊണ്ട് മാത്രം ഇന്ത്യൻ സീനിയർ ടീമിന്റെ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിക്കുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമായ ഒന്നായി മാറിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച താരങ്ങളിൽ ഒരാളാണ് വൈഭവ്. സാങ്കേതിക തികവുള്ള ബാറ്റിംഗും വേഗതയേറിയ പന്തുകളുടെ അനായാസം നേരിടാനുള്ള കഴിവും താരത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു. ഇന്ത്യൻ അണ്ടർ 90 ടീമിനായി ഓസ്ട്രേലിയക്കെതിരെ നേടിയ അതിവേഗ സെഞ്ചുറി വൈഭവിനെ സെലക്ടർമാരുടെ പ്രിയങ്കരനാക്കി. ഇതിന് പിന്നാലെ IPLലും മികച്ച പ്രകടനം പുറത്തെടുത്തതോടെയാണ് സീനിയർ ടീമിലേക്ക് ഒരു T20 സ്പെഷ്യലിസ്റ്റ് താരത്തെ പരിഗണിച്ചു തുടങ്ങിയത്. വൈഭവ് സൂര്യവംശിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ടീമിലെ സ്ഥാനമല്ല, മറിച്ച് അദ്ദേഹം കളിക്കുന്ന പൊസിഷനാണ്. ഒരു സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി വൈഭവിന് മുന്നിൽ ഇന്ത്യൻ ടീമിലെ ഇപ്പോഴുള്ളത് ലോകോത്തര താരങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു നിലവിൽ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. T20 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം ടീമിന് അനിവാര്യമായ ഘടകമായി സഞ്ജു മാറി. IPLലൂടെ ഉദിച്ചുയർന്ന ഈ ഇടംകൈയൻ താരം പവർ പ്ലേ ഓവറുകളിൽ അതിവേഗം റൺസ് കണ്ടെത്താൻ മിടുക്കനാണ്. സെലക്ടർമാരുടെ വലിയ പിന്തുണയുള്ള താരമാണ് അഭിഷേക്. അനുഭവസമ്പത്തുള്ള ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷൻ ഏത് സാഹചര്യത്തിലും ടീമിന് കരുത്ത് പകരുന്ന താരമാണ്. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് റോളിൽ ഒന്നാമനായി പരിഗണിക്കുന്നത് ജയ്സ്വാളിനെയാണ്. അദ്ദേഹത്തിന്റെ ആക്രമണപരമായ ബാറ്റിംഗ് ശൈലി ടീമിന് വലിയ മുതൽക്കൂട്ടാണ്. ഈ 4 പേരും T20 ലോകകപ്പ് ഫൈനലിൽ ഉൾപ്പെട്ട അർദ്ധ സെഞ്ചുറികൾ നേടി കഴിവ് തെളിയിച്ചവരാണ്. ഇത്രയും ശക്തനായ ഒരു നിരയെ മറികടന്ന് 13-കാരനായ വൈഭവിനെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തുക എന്നത് BCCIയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണമായിരിക്കും. വൈഭവിന്റെ കഴിവിനെ BCCI മാനിക്കുന്നുണ്ടെങ്കിലും സീനിയർ താരങ്ങളെ തഴഞ്ഞുകൊണ്ടുള്ളൊരു തീരുമാനത്തിന് അവർ മുതിരില്ല എന്നതാണ് സൂചനകൾ. വൈഭവ് മികച്ച താരമാണ്, അവൻ സഞ്ജുവാണ്. എന്നാൽ സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയും പോലെ നിലവിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളെ മാറ്റണമെങ്കിൽ അതിന് കൃത്യമായ ന്യായീകരണം വേണം. ബാക്കപ്പ് ഓപ്പണറായി ജയ്സ്വാൾ ഉള്ളപ്പോൾ അഞ്ചാമതൊരാളെ ഉൾപ്പെടുന്നത് ടീമിന്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കും എന്നാണ് BCCI വൃത്തങ്ങൾ നൽകുന്ന വിവരം. സൂര്യവംശിയുടെ വരവിനേക്കാൾ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് നായകൻ സൂര്യകുമാർ യാദവിന്റെ ഫോമിനെ കുറിച്ചാണ്. 2024 T20 ലോകകപ്പ് വിജയത്തിന് ശേഷം ബാറ്റിംഗിൽ സൂര്യകുമാറിന് വലിയ മങ്ങലേറ്റതായാണ് കണക്കുകൾ കാണിക്കുന്നത്. അവസാന കുറച്ച് ഇന്നിംഗ്സുകളിൽ താരത്തിന്റെ ബാറ്റിംഗ് ശരാശരി 20-ൽ താഴെയാണ്. ഈ സാഹചര്യത്തിൽ ടീമിലെ സ്ഥാനങ്ങളിൽ മാറ്റം വരുത്താൻ സെലക്ടർമാർ ആലോചിക്കുന്നുമുണ്ട്. സൂര്യകുമാറിന് പകരം മറ്റൊരാളെ നായകനായി നിയോഗിച്ചാൽ അത് മധ്യനിരയിൽ ആ സ്ഥാനം ഒഴിഞ്ഞു കിട്ടാൻ കാരണമാകും. പക്ഷെ വൈഭവിനെ എങ്ങനെ സഹായിക്കുമെന്നത് കണ്ടറിയണം. കാരണം വൈഭവ് ഒരു മധ്യനിര ബാറ്ററല്ല. അയർലൻഡ് പര്യടനത്തിൽ സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകാൻ തീരുമാനിക്കുകയാണെങ്കിൽ വൈഭവ് സൂര്യവംശിക്ക് അരങ്ങേറ്റത്തിന് അവസരം ലഭിച്ചേക്കാം. യുവതാരങ്ങളെ പരീക്ഷിക്കാൻ BCCI എപ്പോഴും തിരഞ്ഞെടുക്കുന്ന വേദിയാണ് ഇത്തരം ചെറിയ പര്യടനങ്ങൾ. 35-അംഗ പട്ടികയിൽ ഇടം പിടിച്ച് വൈഭവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ്. ടീമിനൊപ്പം ഡ്രസ്സിംഗ് റൂം പങ്കിടുന്നത് താരത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ചിടത്തോളം പ്രായം അദ്ദേഹത്തിന്റെ ഭാഗത്താണ്. ഇപ്പോഴത്തെ കടുത്ത മത്സരം കാരണം ആദ്യ ഇലവനിൽ സ്ഥാനം ലഭിച്ചില്ലെങ്കിലും ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ നട്ടലായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കും. അണ്ടർ 90 ലോകകപ്പും ടീം പര്യടനങ്ങളും താരത്തിന് കൂടുതൽ അനുഭവ സമ്പത്ത് നൽകും. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഒരേ സമയം ആവേശത്തിലും ആശങ്കയിലുമാണ്. ഒരു വശത്ത് വൈഭവ് എന്ന കൗമാര പ്രതിഭയുടെ അരങ്ങേറ്റത്തിനായി അവർ കാത്തിരിക്കുന്നു. മറുവശത്ത് സഞ്ജുവിനെയും ജയ്സ്വാളിനെയും പോലുള്ള പ്രിയപ്പെട്ട താരങ്ങൾ ടീമിന് പുറത്താകുമോ എന്ന പേടിയും അവർക്കുണ്ട്. എന്തായാലും അയർലൻഡ് പര്യടനത്തിനായുള്ള അന്തിമ ടീം പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ ഇതിനൊരു വ്യക്തത വരൂ. സൂര്യവംശിയുടെ പ്രതിഭ ജ്വലിച്ചു നിൽക്കുമ്പോഴും ഇന്ത്യൻ ടീമിലെ ഓപ്പണിംഗ് യുദ്ധം ഒരു തമാശയല്ല. അത് അതിജീവിക്കാൻ വൈഭവിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണെന്ന് ഈ യുവതാരങ്ങളുടെ നീണ്ട നിര നമുക്ക് ഉറപ്പ് നൽകുന്നു.